നമസ്കാരം. എങ്ങനെ പടം കണ്ട് ഐ ആം ഹോം ജീവനോടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഡാഡീസ് ഹോം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു സിനിമ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് അല്ല ഇപ്പം ഇതിൻ്റെ പ്രതീക്ഷകൾക്ക് കൂടുതൽ കാരണം ഉണ്ടായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഒരു ലോക്കൽ ലാംഗ്വേജിൽ നിന്ന് ഒപ്പം തന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതൊരു അത്യാവശ്യം ഒരു എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു കാമ്പുള്ളൊരു സിനിമയല്ലേ അത് അതിലേക്ക് വരിക എന്നുള്ളത്. എന്തെങ്കിലും നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ മൂല്യം കാണിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ വളർച്ച കാണിക്കാൻ എന്തോരമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ പടത്തിൽ ഹോപ്പ് ഉണ്ടായിരുന്നു ഇത് കാണാൻ പോകുമ്പോൾ. അതായത് ഈ പടത്തിൻ്റെ നമുക്കറിയാം ചിത്രീകരണത്തിൻ്റെ ഇടയിലും പിന്നെ പടം കഴിഞ്ഞിട്ടും ഈ ചില സീനുകൾ വീണ്ടും ഷൂട്ട് ചെയ്യുന്നതും റീ എഡിറ്റും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാഷിന് ചില സീനുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ രണ്ടാമത് വേണം. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡഡ് എന്നുള്ള രീതിയിൽ നമുക്കിത് കാണാൻ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ പോസിറ്റീവ് മൈൻഡിൽ തന്നെയാണ് നമ്മളിത് കാണാൻ പോയത്. പിന്നെ ഇത് പക്ക നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാമെന്ന് വെച്ചെങ്കിൽ എന്താ വെച്ചെങ്കിൽ നമ്മൾ ഈ ടീസർ അല്ലെങ്കിൽ ഈ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ അതിലെന്ത് കണ്ടോ അത് തന്നെയാണ് സെയിം, അതിൽ മാറ്റമൊന്നുമില്ല. അത് നമുക്ക് അത്രയും സമയമെടുത്ത് വെച്ചത് അതൊരു 3-3.25 മണിക്കൂറിലേക്ക് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ എന്തോരണ്ടാവും. ആ സെയിം സാധനം തന്നെ. ഇവർക്ക് അതിന് വേറെ കഥകൾ പറയാനായിട്ടൊന്നുമില്ല. അതിൽ കാണിച്ചേക്കണ സംഭവങ്ങൾ തന്നെ അതിലെന്തൊക്കെയോ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്തൊക്കെയോ കണക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ചേർച്ചയില്ലാണ്ട് അല്ലെങ്കിൽ ഒരു നമ്മളെ തന്നെ ഒരു ആവേശം കൊള്ളിക്കാത്ത രീതിയിൽ നമുക്കൊരു ഇമ്പാക്റ്റ് തരാത്ത രീതിക്ക് കടന്നു പോകുന്നൊരു സിനിമ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ സ്ട്രിക്റ്റ്ലി ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സർട്ടിഫിക്കറ്റ് മൂവി. അത് ഒരു എന്താ പറയുക, അഡൽട്ട്സിനുള്ളൊരു സിനിമ തന്നെയാണ്. അത് മറ്റൊരു ഫാമിലി വರ್ತല്ല ഇത് ആക്ച്വലി. പിന്നെ ഈ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചോദ്യം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ കഴിയുമ്പോഴേ, അതായത് ഒരു 5-6 കുപ്പി റമ്മോ ബ്രാൻഡിയോ എന്തോ ആ സാധനം, പിന്നെ ഒപ്പം ഒരു 10 കോട്ടും ഒരു 10-15 കോട്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു 10-15 മെഷീൻ ഗണ്ണും ഉണ്ടെങ്കിൽ സംഭവം അവിടുത്തെ മാസ് പടമായി. അത്രയേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ മാസ് പടത്തിൻ്റെ സംഭവം എന്ന് പറയണത്. ഈ സംഭവം ഈ കുപ്പിയും കൈ പിടിച്ച് ഇങ്ങനെ നടക്കുക, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുക, പിന്നെ അതുപോലെ തന്നെ കുറച്ച് 4-5 വെടിവെപ്പ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ തന്നെ ഇതിന്. അത് നമ്മൾ മാസമായിട്ട് നമ്മൾ അംഗീകരിക്കണം, അത് നമ്മൾ കൈയടിച്ച് പാസ്സാക്കണം. ആ രീതിക്ക് എന്താ പറയുക, ഗീതു മോഹൻദാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ വെച്ചാൽ ഗീതു മോഹൻദാസിൻ്റെ ചില ഡയറക്ടർ ബ്രില്യൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ബ്രില്യൻസൊക്കെ പല സ്ഥലത്ത് കാഴ്ച വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ പടത്തിൽ അന്യൻ കാണാനായിട്ട് പറ്റും. അന്യനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ കുറച്ച് രണ്ടുപേരും തമ്മിലുള്ള സീക്വൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അത് എത്രമാത്രം അതൊരു ക്യാരക്ടർ വെറുപ്പിക്കാന്നുള്ളത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അവസാനം ക്ലൈമാക്സ് സമയത്തൊക്കെ. അയ്യോ, അത് സമ്മതിക്കണം കേട്ടോ, അതൊക്കെ ചെയ്തു വെച്ചത്. പിന്നെ അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ മറ്റേ വാഴ നിൽക്കണത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഭയങ്കര ബ്രില്യൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഹോപ്പ് തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതിൻ്റെ സ്കോറ് രവി ഭാസ്കർ. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ. പക്ഷേ ഈ പടം തുടങ്ങി ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ഇത് കിട്ടും, പിന്നെ ഈ സെയിം സാധനം തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ വേറെ മാറ്റമൊന്നുമില്ല. സെയിം അതുപോലത്തെ ഫൈറ്റുകൾ അതുപോലത്തെ ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കതിൽ വേറെ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതേപോലത്തെ മ്യൂസിക് ഇതൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ രീതിക്കും നമുക്ക് അത്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് വന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവസാന സമയത്താണ് ഇത് കഴിയാറായില്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ആ കോംബോ സീനിൽ ആളൊന്ന് കത്തിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് ബാക്കിയൊക്കെ ഒരു നോർമൽ രീതിക്ക് തന്നെയാണ് പടം പോയേക്കണത്. പിന്നെ ഈ പടത്തിനകത്ത് നയൻതാരയ്ക്ക് അത്യാവശ്യം നല്ല നല്ല കഥാപാത്രം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുദീപ് മലയാളി, ആൾക്ക് പടം തുടങ്ങി അവസാനം വരെയും ലാസ്റ്റ് വരെയും സ്ക്രീനിലുണ്ട്, കഥാപാത്രമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അങ്ങനെ. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, ഇതൊരു നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ തുടങ്ങുമ്പോൾ യാഷ്ന കാണിക്കുന്ന സീനും കുറച്ചൊക്കെ നമുക്കൊരു
പീക്ക് മൊമെൻ്റൊക്കെ തുടങ്ങും. അത് പിന്നെ നമുക്ക് മാസ് സിനിമകൾക്ക് ഉണ്ടാവുമല്ലോ അവരതിന് ഇൻട്രോ ആ സമയത്തൊക്കെ. അതല്ലാണ്ട് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അവസാനം വരുന്ന ആ ക്യാരക്ടർ യേശൻ്റെ ചെറുപ്പകാലം, അപ്പോൾ ആ കാണിക്കുന്ന ക്യാരക്ടർ കുറച്ച് നമുക്ക് എന്തോ ഇത് തരുന്നുണ്ട് എന്നല്ലാണ്ട് ബാക്കി മൊത്തത്തിൽ എന്താ പറയുക, ഒന്നും എവിടെയും തൊടാതെ പോയ ഒരു സിനിമയായിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ഇത് ആരെയും നമുക്ക് നമ്മളിൽ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത്ര വെർത്തായിട്ട് എന്തായാലും തിയേറ്റർ വെർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ടെക്നിക്കൽ സൈഡൊക്കെ പരമാവധി അത്യാവശ്യം നല്ല ലൊക്കേഷനും ഇതൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചില പാളിച്ചകളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലും ടെക്നിക്കൽ സൈഡൊക്കെ ഏകദേശം നല്ല രീതിക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസസൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലല്ലോ, നമുക്കിത് എന്താണ് സംഭവം, ഇതൊക്കെ കണക്റ്റ് ആവേണ്ട ഒന്നുമില്ല. വെറുതെ കുറേ സീനുകൾ ഈ പറഞ്ഞ പോലെ തന്നെ കോട്ടിട്ട് അങ്ങോട്ട് നടക്കുക, കുറച്ച് ഇതിങ്ങനെ കുടിക്കുക തന്നെ. ഇത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര മാസ് പടം എന്ന് പറയണം തന്നെ. എന്ത് കഥ, വളരെ നിരാശപ്പെടുത്തി.